ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് സഫാരി മാളിൽ വെച്ചിട്ടാണ്. കയറി ട്രോളി എടുത്ത് മക്കളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ 3 മക്കളുണ്ടെങ്കിലും ഏറ്റവും മൂത്ത ആൾക്കാണ് ചെറിയ കുട്ടറ സ്വഭാവം. കണ്ടില്ലേ കയറിയിരിക്കുന്നത്. വിശക്കണൂന്ന് പറഞ്ഞിട്ടാണ് ഷോപ്പിലേക്ക് കയറിയത് തന്നെ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വിട്ട് ഫുഡ് കോർട്ടിലേക്ക്. ഈ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങാൻ വിചാരിച്ചതല്ല. ഫുഡ് കോർട്ടിന് അവിടെ ട്രോളി ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടു എന്നുള്ളൂ. ഇതിങ്ങനെ നോക്കുക എന്നല്ലാണ്ട് ഇതൊന്നും നമ്മൾ മേടിക്കില്ല. നമ്മൾ മേടിക്കുന്ന മെയിൻ കുറച്ച് സാധനങ്ങളുണ്ട്, അതന്നെ എന്തായാലും മേടിക്കുള്ളൂ. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞാൽ ഒരു ചർച്ച, അത് നിർബന്ധം. അങ്ങനെ ചർച്ചകൾ കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം മേടിക്കുന്ന സാധനം തന്നെ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സ്നാക്സ് ഒക്കെ ഇല്ലേ, ഇത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പറയും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാവും. പക്ഷെ എന്തൊക്കെയോ കാരണം നമ്മൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ സമയമുണ്ടല്ലോ പിന്നെ ആക്കാന്നൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നാലേക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോഴാവും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷെ എന്താ പറയുക, എന്തൊക്കെയോ കാരണം കൊണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഇല്ലേ. അപ്പോൾ ഇതിന് ഇനി ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ടല്ലോ, അത് എന്തായാലും കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം ഫുഡ് കോർട്ടിൽ പോകുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലുമൊക്കെ അത് ട്രൈ ചെയ്യാൻ നോക്കണം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്ന് തൊട്ടിട്ടാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്, അന്ന് തൊട്ടിട്ട് നമ്മുടെ സന്തോഷങ്ങൾ അവിടെ കഴിഞ്ഞു. പക്ഷെ ഒരു ദിവസമെങ്കിലും ലൈഫിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മളെ സന്തോഷങ്ങൾ, നമ്മളെ ഇഷ്ടങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ ആ ഒരു ദിവസം. നിങ്ങൾ അങ്ങനെ ഒരു ദിവസം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളെ കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നമ്മളെ കാര്യങ്ങൾ എവിടെയൊക്കെയോ മറന്നു പോകുന്നല്ലേ. അങ്ങനെ ഒരു ദിവസം മതിയടോ നമ്മളെ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു സന്തോഷമൊക്കെ കാണും. പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ജീവിച്ചത് അവർ പോലും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെ പുറകിലോട്ട് നോക്കുമ്പോഴാവും നമുക്ക് ആ റിഗ്രറ്റ് മനസ്സിലാവുക, നമ്മൾ എന്തിനാണ് നമ്മളെ സന്തോഷം കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചത് എന്ന്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് കളഞ്ഞ ഒരുപാട് ആൾക്കാരെ കാണണമെങ്കിൽ നമ്മൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പറയുകയാണെങ്കിൽ നമ്മളെ ഉമ്മമാർ, അവരെ നല്ല കാലം നമുക്ക് വേണ്ടി തീർത്ത് ഇപ്പോൾ അവർക്ക് നമ്മളെ ആവശ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ അവരെ കൂടെ ഉണ്ടോയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫ് വെറുതെ കളയരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം.